TechBridge, an initiative to provide a foundational digital guide to technology for the visually challenged. ഹായ് ഓൾ, എല്ലാവർക്കും വിജ്ഞാനദീപൻ ടെക് വിഷൻ്റെ ടെക് ബ്രിഡ്ജ് കോഴ്സിലെ മാസ്റ്ററിംഗ് വിൻഡോസ് എന്ന ട്യൂട്ടോറിയൽ സീരീസിലേക്ക് സ്വാഗതം. ഇതൊരു പുതിയ ട്യൂട്ടോറിയൽ സീരീസാണ്. ഇവിടെ വിൻഡോസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റവും അതുപോലെ എങ്ങനെ ഒരു ലാപ്ടോപ്പ് വളരെ സീംലെസ് ആയി വളരെ ഈസി ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള ഒരു ട്യൂട്ടോറിയൽ സെഗ്മെൻ്റ് ആണ് ഇത്. പരമാവധി ഒരു സിമ്പിൾ ബിഗിനർ യൂസറുടെ തലത്തിൽ നിന്നുകൊണ്ട് സംസാരിക്കാനാണ് ഈ ട്യൂട്ടോറിയൽ ശ്രമിച്ചിട്ടുള്ളത്. നമുക്ക് ട്യൂട്ടോറിയലിൻ്റെ ആദ്യ സെക്ഷനിലേക്ക് കടക്കാം. നമുക്ക് ഒരു ലാപ്ടോപ്പ് വാങ്ങിക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അതാണ് ഈ സെക്ഷനിൽ നമ്മൾ കാര്യമായിട്ട് പറയാൻ ശ്രമിക്കുന്നത്. പലപ്പോഴും ആളുകൾ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാറുള്ളത് മൊബൈൽ ഫോണിലാണ്. എനിക്കെന്തിനാ ലാപ്ടോപ്പ്, ഞാൻ എന്തിനാ ലാപ്ടോപ്പ് മേടിക്കണം, അതത്ര വലിയ ആവശ്യമുള്ള കാര്യമൊന്നുമല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ട് ലാപ്ടോപ്പിനെ നമ്മളിങ്ങനെ ഒരു മാറ്റി നിർത്തുന്ന ഒരു ടെൻഡൻസി പലപ്പോഴും കാണാറുണ്ട്. പക്ഷേ എൻ്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായത്തിൽ നമ്മൾ കൃത്യമായിട്ട് ലാപ്ടോപ്പ് യൂസ് ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ വേഗത്തിൽ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ടുള്ള വഴി ലാപ്ടോപ്പ് തന്നെയാണ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇന്ന് കൂടുതൽ നമ്മൾ ഈ നെറ്റ് മുഖേനയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന സമയത്ത് ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ട് ചെയ്യാൻ നമുക്ക് ലാപ്ടോപ്പ് വഴിയാണ് സാധിക്കുക എന്നാണ് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത്. നിങ്ങളൊരു സ്റ്റുഡൻറ്റോ ഒരു ടീച്ചറോ ഇനി അതല്ല ഒരു ടെക്നിക്കൽ പ്രൊഫഷനിലോ, അതായത് സോഫ്റ്റ്വെയർ ഡെവലപ്പറോ അങ്ങനെയൊക്കെയുള്ള സംഗതി ആണെന്നുണ്ടെങ്കിൽ ഒരു ലാപ്ടോപ്പ് മേടിക്കുക എന്നുള്ളത് വളരെ അത്യാവശ്യമാണ്. അങ്ങനെ ഒരു ലാപ്ടോപ്പ് മേടിക്കുന്ന സമയത്ത് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, അതാണ് ഈ ഒരു സെഗ്മെൻറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഏത് ലാപ്ടോപ്പ് വാങ്ങിക്കണം എന്ന് ചിന്തിക്കുന്നതിന് മുന്നേ എന്തിന് നമ്മൾ ലാപ്ടോപ്പ് വാങ്ങിക്കുന്നത് എന്ന് വളരെ പ്രധാനമാണ്. അതായത് നമ്മളുടെ പർപ്പസ് എന്താണ്, നമ്മുടെ ഉദ്ദേശം എന്താണ്. നമ്മളൊരു സ്റ്റുഡൻ്റ് ആണ്. അപ്പോൾ ഒരു സ്റ്റുഡൻറ്റിന് വേണ്ട പ്രധാന ടാസ്കുകൾ എന്തൊക്കെയാണ്? അവിടെ ഒരു പ്രശ്നം വരും. എന്ത് സ്റ്റുഡൻ്റാണ്, നമ്മളൊരു ഡിഗ്രി കോഴ്സ് ഒരു ഹ്യൂമാനിറ്റീസ് ലെവൽ സബ്ജക്റ്റിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പ്രധാനമായിട്ട് എന്തൊക്കെയാണ് വരിക? നമുക്കൊരു അസൈൻമെൻറ്റ് എഴുതണം, വേർഡ് എക്സൽ സംഗതികളൊക്കെ ഇത് ചെയ്യണം. അതായിരിക്കും. ഒരു എഞ്ചിനീയറിങ്ങോ അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ സയൻസ് സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ വിഷ്വൽ ഇമ്പയർഡ് കുട്ടികൾ പഠിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെയുള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കോഡിങ് പോലെയുള്ള സംഗതികൾ ചെയ്യേണ്ടി വരും. പൈത്തൺ സോഫ്റ്റ്വെയർ ഒക്കെ റൺ ചെയ്യേണ്ടി വരും. നമ്മളൊരു ടീച്ചറാണെന്നുണ്ടെങ്കിൽ ആ ടീച്ചർക്ക് ഗൂഗിൾ മീറ്റ് പോലെയുള്ള ഗൂഗിൾ ക്ലാസ് റൂം പോലെയുള്ള കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. ഇതുപോലെ തന്നെയാണ് നമ്മളൊരു ഓഫീസ് ജോബ് എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഓഡിയോ എഡിറ്റിങ്ങോ അങ്ങനെയുള്ള സംഗതികളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് ആ ലെവലിലുള്ള കോൺഫിഗറേഷനുള്ള ലാപ്ടോപ്പ് ആയിരിക്കും വേണ്ടി വരിക. ഇനി നമ്മളൊരു വേറൊരു ജോബാണ് ചെയ്യണത്, അതായത് അഡ്വാൻസ് ലെവൽ കോഡിങ്ങും സംഗതികളും ഒക്കെ ആവശ്യമുള്ള ജോബാണ് നമ്മൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള ലാപ്ടോപ്പാണ് നമ്മൾ മേടിക്കുക, അല്ലേ? അത് സ്വാഭാവികമായിട്ടും എല്ലാം അങ്ങനെയാണ്. കാരണം എന്താ വെച്ചാൽ ഇപ്പം ഓരോരുത്തർ കൂടുതൽ ട്രാവൽ ചെയ്യണ ഒരു മനുഷ്യൻ, നന്നായിട്ട് എല്ലാ സ്ഥലത്തേക്കും റൈഡിനൊക്കെ പോണ മനുഷ്യൻ ആ കോലത്തിലുള്ള ബൈക്ക് മേടിക്കും. ഡെയിലി വരെ കരിയും സാമാനമൊക്കെ ഒന്ന് കൊണ്ടുവരിക, ഒന്ന് ആ മില്ലിൻ്റെ അവിടെ വരെ ഒന്ന് പോയി വരിക എന്നുള്ള ചങ്ങായി അതിനനുസരിച്ചിട്ടുള്ള ബൈക്കേ മേടിക്കുള്ളൂ. അപ്പോൾ അത് സ്വാഭാവികമാണ്. ഇതേ ഒരു ലോജിക്കാണ് ഇവിടെയും വർക്ക് ചെയ്യണത്. അപ്പോൾ നമ്മൾ ബഡ്ജറ്റിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ സാധാരണ പറയുക ഒരു സ്റ്റുഡൻറ്റിന് അറൗണ്ട് ഒരു 30 മുതൽ 50 വരെയുള്ള റേഞ്ചിലുള്ള ലാപ്ടോപ്പ് മേടിക്കുന്നതാണ് ഐഡിയൽ, ഏറ്റവും നല്ലത്. ഇത് വ്യക്തിപരമായ എൻ്റെ ഒരു സജഷനാണ്. നിങ്ങൾക്ക് മേ ബി എന്താണ് വേറെ അഭിപ്രായങ്ങൾ ഉണ്ടായേക്കാം. ഇനി ഒരു ടീച്ചറുടെ ലെവലിൽ ചിന്തിക്കുമ്പോൾ ടീച്ചർക്ക് ഏറ്റവും ഐഡിയലായിട്ട് നമ്മൾ പറയുക ഒരു 50,000 മുതൽ ഒരു 70-75 ആ റേഞ്ചിൽ ഉള്ള ഒരു ലാപ്ടോപ്പ് മേടിക്കുന്നതായിരിക്കും ഉചിതം എന്നാണ്. ഇനിയിപ്പോൾ അതിന് കുറഞ്ഞ പൈസൻ്റെ ലാപ്ടോപ്പ് മേടിച്ചിട്ട് ഞങ്ങളെ കാര്യങ്ങൾ നടക്കണ്ടല്ലോ. കാര്യങ്ങൾ നടക്കും, പക്ഷെ നമ്മളൊരു മൾട്ടി ടാസ്ക് ഒക്കെ ചെയ്യുന്ന സമയത്ത്, അതായത് ഒന്നിലധികം ടാസ്കുകൾ ഒരേ സമയം ചെയ്യുന്ന സമയത്ത് ഒരു പക്ഷേ ലാപ്ടോപ്പ് ചിലപ്പോൾ ഹാങ് ആവാനും ഒക്കെ സാധ്യതയുണ്ട്. ഇനി അടുത്ത ഒരു സംഗതി, കുറച്ചും കൂടെ അഡ്വാൻസ് ടൂളൊക്കെ ഉപയോഗിക്കുന്ന ഒരു വലിയ കമ്പനിയിലൊക്കെ വർക്ക് ചെയ്യുന്ന കോഡിംഗ് ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള അഡ്വാൻസ് ഓഡിയോ എഡിറ്റിങ്ങും വീഡിയോ എഡിറ്റിങ്ങും ഗ്രാഫിക്സൊക്കെ ആവശ്യമുള്ള ലോ വിഷൻ ആയിട്ടുള്ള ഒരു യൂസറാണെന്ന് വിചാരിക്കുക. അവർ സംബന്ധിച്ചിടത്തോളം 70,000 മുതൽ 1,00,000 ആ റേഞ്ചിലേക്ക് ലാപ്ടോപ്പിൻ്റെ വില ചെയ്ത് പോകാവുന്നതാണ്. അപ്പം ചുരുക്കത്തിൽ നമ്മൾ ഏത് ലാപ്ടോപ്പ് മേടിക്കണം എന്നുള്ളത് നമ്മളുടെ ആവശ്യം, നമ്മളുടെ വർക്ക് ഇതൊക്കെ പരിഗണിച്ചിട്ടാണ് ഉള്ളത്. ഇനി അടുത്ത ലാപ്ടോപ്പ് മേടിക്കുമ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു ആംഗിളിൽ ചിന്തിക്കുമ്പോൾ ഒരു സ്റ്റുഡൻറ്റ്, ഇത്രയും വർക്കുകളൊക്കെ വരുന്ന ഒരു സ്റ്റുഡൻറ്റിന് ഏകദേശം i3 അല്ലെങ്കിൽ Ryzen 3 പ്രോസസ്സറിലെ ഒരു 12-13 വേരിയൻറ്റുകൾ, i3 13 അല്ലെങ്കിൽ അതിൻ്റെ മുകളിലേക്കുള്ള ജനറേഷൻ അങ്ങനെയാണ് പറയുക.
അതായത് പ്രോസസ്സർ പറയും, എന്നിട്ട് അതിൻ്റെ ജനറേഷൻസ് പറയും. i3ൻ്റെ ഫസ്റ്റ് ജെൻ ഉണ്ട്, 5th ജെൻ ഉണ്ട്, 7th ജനറേഷൻ ഉണ്ട്. അപ്പോൾ അതിൽ ഒരു 13 അല്ലെങ്കിൽ അതിൻ്റെ മുകളിലേക്കുള്ള ജനറേഷൻസ് ആണ് നമ്മൾ പൊതുവെ ഐഡിയലായിട്ട് പറയുക. i3 മതിയാകും അത്തരത്തിലുള്ള യൂസേഴ്സിന്. i3ൻ്റെ ഒരു 13 ആ ഒരു റേഞ്ചിലുള്ള. ഇനി ടീച്ചേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് i5 ആണ് പേഴ്സണലി സജസ്റ്റ് ചെയ്യുക. ചില ടീച്ചേഴ്സ് i3 ഉപയോഗിക്കുന്നവരുണ്ടാവും. ബട്ട് നമുക്കൊരു സ്മൂത്തർ എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട് നമ്മളെപ്പോഴും i5 ആണ് സജസ്റ്റ് ചെയ്യുന്നത്. i5ൽ തന്നെ ഒരു 11th ജനറേഷൻ്റെ മുകളിലേക്ക് നമുക്ക് മേടിക്കാൻ പറ്റുന്നതാണ്. ഇതിനൊക്കെ ഈക്വലൻ്റ് ആയിട്ട് Ryzen 5 എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു ഓൾട്ടർനേറ്റീവ് ടൂളും അവൈലബിൾ ആണ്. ഇനി അതല്ല നിങ്ങൾക്ക് കുറച്ച് അഡ്വാൻസ് കോഡിങ്ങും അങ്ങനെയുള്ള സംഗതികളൊക്കെയാണ് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ i7 ജനറേഷൻ അല്ലെങ്കിൽ Ryzen 7 ജനറേഷനിലുള്ള മോഡലുകളും മേടിക്കാവുന്നതാണ്. ഇനി രണ്ടാമത്തത് സ്ക്രീനിൻ്റെ സൈസാണ്. സ്ക്രീനിൻ്റെ സൈസിനോട് ചേർത്ത് പറയേണ്ടതാണ് കീബോർഡ്. അപ്പം നിങ്ങളൊരു കൂടുതലും പോർട്ടബിൾ ആയിട്ടുള്ള ലാപ്ടോപ്സ് ആണ് ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് ഒരു 14 ഇഞ്ച് ആ റേഞ്ചിലുള്ള ലാപ്ടോപ്സ് മേടിക്കുന്നതാണ്. നമുക്ക് പോർട്ടബിളായിട്ട് സുഖമായിട്ട് കൊണ്ടു നടക്കാനൊക്കെ എളുപ്പമായിട്ട് ചെയ്യും. ഇനി അതല്ല നിങ്ങൾക്ക് കൂടുതൽ വീട്ടിൽ വെച്ച് ഉപയോഗിക്കാനാണ് അല്ലെങ്കിൽ ഓഫീസിൽ വെച്ച് ഉപയോഗിക്കാനാണെന്നുണ്ടെങ്കിൽ ഒരു 15.5 ഇഞ്ച് ഒക്കെ വരുന്ന ഡിസ്പ്ലേസ് ഉള്ള ലാപ്ടോപ്പുകൾ ഉപയോഗിക്കുന്നതാണ് ഉചിതം. ഇനി അത് മാത്രമല്ല, കീബോർഡിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങളുണ്ട്. കീബോർഡിലേക്ക് വരുമ്പോൾ അതായത് നമ്മൾ FJ കീകളുടെ മുകളിലുള്ള കുത്തുകൾ അത് പരമാവധി കൃത്യമായി പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കുന്ന തരത്തിലുള്ള കീബോർഡുകൾ ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഇപ്പോൾ ഒരുവിധം ലാപ്ടോപ്സിനൊക്കെ അങ്ങനെ വരുന്നുണ്ട്. പക്ഷേ ചില ലാപ്ടോപ്സ്, പ്രത്യേകിച്ച് ഹൈ എൻഡ് വേരിയൻറ്റിലുള്ള ചില ലാപ്ടോപ്സിൽ അത് അത്ര പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കാറില്ല. അപ്പോൾ പ്രത്യേകിച്ച് ഒരു ബിഗിനർ യൂസർ എന്നുള്ള നിലക്ക് നമ്മൾ ആലോചിക്കുമ്പോഴേ അങ്ങനെയുള്ളത് ചില സമയത്ത് നമുക്കൊരു പ്രയാസം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഇനി അടുത്തതൊന്ന് കീബോർഡിൽ നമ്പർ പാഡ് വേണോ വേണ്ടേ എന്നുള്ളതാണ്. അത് നമ്മളുടെ ഒരു ഇതിനനുസരിച്ചാണ് നമ്മൾ തീരുമാനിക്കുക. നമ്പർ പാഡ് ഉള്ളതാണ് ഏറ്റവും നല്ലത് എന്ന് ഞാൻ പൊതുവെ പറയും, പ്രത്യേകിച്ച് ഒരു ബിഗിനർ യൂസറെ സംബന്ധിച്ചിടത്തോളം. കാരണം നമുക്ക് നമ്പേഴ്സൊക്കെ അടിക്കാൻ വളരെ ഈസി ആയിട്ട് ഇത് ചെയ്യാൻ സാധിക്കും, വളരെ ഈസി ആയിട്ട് പറ്റും എന്നുള്ളതാണ്. ഇനി എത്ര സ്റ്റോറേജ് വേണം, എത്ര റാം വേണം എന്നുള്ളതൊക്കെയാണ്. ഒരു സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞ ടാസ്കുകൾ മാത്രമാണ് ഉള്ളത് എങ്കിൽ, അതായത് കുറച്ച് അസൈൻമെൻറ്റ് ചെയ്യണം, ഓഫീസ് പാക്കേജുകളാണ് കാര്യമായിട്ട് വേണ്ടത്, വേർഡ്, എക്സൽ, പവർ പോയിൻ്റ് പോലെയുള്ള സാധനങ്ങളെ വേണ്ടതുള്ളൂ, കൂടിപ്പോയാൽ കുറച്ച് പാട്ട് കേൾക്കണം, 1-2 സിനിമ കാണണം, അതൊക്കെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു 8 GB റാം മതിയാകും. എന്നാൽ നമ്മൾ പൊതുവെ പറയാറുള്ളത് ഒരു 16 GB റാമാണ് ഐഡിയൽ എന്നാണ് നമ്മൾ പറയുക. ടീച്ചേഴ്സിനൊക്കെ പേഴ്സണലി അതാണ് സജസ്റ്റ് ചെയ്യുക. 16 GB റാമെങ്കിലും വേണം. പിന്നെ ഇതിൻ്റെ റോമാണ്, അതായത് ഇൻറ്റേർണൽ മെമ്മറി എത്ര വേണം എന്നുള്ളത്. നമ്മൾ സജസ്റ്റ് ചെയ്യുക SSD ഉള്ള സിസ്റ്റം വാങ്ങിക്കുകയാണ്. എന്താണ് SSD എന്ന് പറഞ്ഞാൽ സോളിഡ് സ്റ്റേറ്റ് ഡ്രൈവ് എന്നാണ് പറയുക. അപ്പോൾ SSD ഉള്ള സിസ്റ്റം മേടിക്കുമ്പോഴുള്ള ഗുണം എന്താ വെച്ചാൽ ഓരോ ആപ്പുകൾ തുറന്നു വരാനും അതുപോലെ സിസ്റ്റം തുറന്നു വരാനുമുള്ള സമയം വളരെ കുറഞ്ഞിരിക്കും, അതായത് ലേറ്റൻസി കുറവായിരിക്കും എന്ന് ചുരുക്കം. എത്ര സൈസുള്ള SSD വേണം? ഒരു 256 എങ്കിലും SSD നമ്മൾ ഐഡിയലായിട്ട് പറയുന്നുണ്ട്. പക്ഷേ ഏറ്റവും നല്ലത് ഒരു 512 GB SSD എങ്കിലും ഉള്ള ഒരു ലാപ്പ് മേടിക്കുന്നതാണ് ഏറ്റവും ഉചിതം. ഇനി SSDയും HDDയും ഒരുമിച്ച് വരുന്ന തരത്തിലുള്ള ലാപ്ടോപ്പുകൾ, ഒരുമിച്ച് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലുള്ള ലാപ്ടോപ്പുകളുണ്ട്. അതിലാണെങ്കിൽ ഒരു 256 GB SSDയും ഒരു 1 TB HDDയും ഉള്ള തരത്തിൽ ഉള്ള ഒരു ലാപ്പ് ചൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. SSD എന്ന് പറയുന്ന പോലെ തന്നെ മറ്റൊരു രീതിയാണ് HDD. ഇന്ന് കൂടുതൽ ലാപ്പുകളും SSDയിലാണ് ഇറങ്ങുന്നത്. അപ്പം HDD എന്ന് പറയുമ്പോൾ ഹാർഡ് ഡിസ്ക്കാണ്, ഇൻറ്റേർണൽ ഹാർഡ് ഡിസ്കുകൾ. അത് താരതമ്യേന കൂടുതൽ സൈസ് കൊള്ളുകയും ചെയ്യും, പക്ഷേ വിലയും കുറവാണ്. ഇതിൻ്റെ ഒരു പ്രശ്നം എന്താ വെച്ചാൽ കുറച്ച് അധികം സമയം ഓരോ സംഗതികൾ തുറന്നു വരാനും ചെയ്യാനൊക്കെ പലപ്പോഴും എടുക്കാറുണ്ട്. അധികം സമയം എന്ന് പറഞ്ഞാൽ വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല, സ്റ്റിൽ സമയമെടുക്കും എന്ന് ചുരുക്കം. സോ അതായിരുന്നു പ്രിയപ്പെട്ടവരെ ലാപ്ടോപ്പ് മേടിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന വീഡിയോയുടെ പാർട്ട് 1. സോ ഇതിൻ്റെ പാർട്ട് 2 നമ്മൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ചൂസ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, അത്തരത്തിൽ ലാപ്ടോപ്പിനെ എങ്ങനെയാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്, അങ്ങനെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് അതിനെക്കുറിച്ച് പറയുന്ന വീഡിയോ വൈകാതെ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. സോ ഈ വീഡിയോ ഇത്രയും നേരം വളരെ സശ്രദ്ധാപൂർവ്വം കേട്ടതിനും അതുപോലെ ഞങ്ങളുടെ വിജ്ഞാനദീപം ടെക് വിഷൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും കൂടെ നിൽക്കുന്നതിനും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു. ഇതുപോലെ ടെക് ബ്രിഡ്ജ് സീരീസിൻ്റെ മറ്റൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ വീണ്ടും വരാം. താങ്ക് യു.